നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കൂട്ടൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഈ മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്താൽ മതി. ഇത് വളരെ സൗകര്യമാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട് 2 കപ്പ്. അതുപോലെ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ഓയിലോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എടുക്കാം. നെയ്യ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കടുക്, അതുപോലെ ഇത് ചെറുപയർ പരിപ്പ്, ഇത് പൊട്ടുകടല, പിന്നെ ഇഞ്ചിയുണ്ട്, അതുപോലെ വറ്റൽമുളകുണ്ട്, നട്ട്സ്, ഇത് കിസ്മിസ്, അതുപോലെ പഞ്ചസാര, ഉപ്പ്, കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് റവയൊന്ന് വറുക്കണം. അതിനായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് റവ ചേർക്കാം. ഈ റവയൊന്ന് നമുക്ക് നിറം മാറാതെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിന് നമുക്കൊരു റവ വറുത്ത മണം വരും, അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ നമുക്ക് കണ്ടാലും അറിയാം, പക്ഷെ നിറം മാറാതെ ശ്രദ്ധിക്കണം. ഇതാ റവ വറുത്തിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മാറ്റാം. വേറൊരു പാത്രം ഈ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ നെയ്യ് ചൂടായി കഴിയുമ്പം നമുക്ക് കടുക് ചേർത്ത് കടുക് പൊട്ടിക്കാം. ഈ റവ നമ്മൾ വറുത്ത് വെച്ചെങ്കിലും ഇത് നല്ല ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നിറം മാറും. ഇതാ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി ഇത് ചെറുപയർ പരിപ്പാണ്, ഇതും ചേർക്കാം. ഇതൊന്ന് മൂക്കട്ടെ. ഇത് മൂത്ത ശേഷം നമുക്ക് പൊട്ടുകടല നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതും ചേർക്കാം. പൊട്ടുകടല മൂത്ത ശേഷം നമുക്ക് നട്ട്സ് ചേർക്കാം. അതുപോലെ നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കണം. കറിവേപ്പിലയൊക്കെ നമ്മൾ നല്ലതായിട്ട് മൂപ്പിച്ച് ചേർക്കണം. നമ്മളിത് ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവായിട്ട് നമ്മളിത് തയ്യാറാക്കി വെക്കുന്നതായതുകൊണ്ട് വെള്ളമയമൊന്നും ഇല്ലാതെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഞാൻ കനം കുറച്ച് അരിഞ്ഞേക്കുവാണ്, ചെറുതായിട്ട് അരിഞ്ഞേക്കുവാണ്. ഇതും നന്നായിട്ട് മൂക്കണം, വെള്ളമയമൊക്കെ മാറി നന്നായിട്ട് മൂക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കിസ്മിസാണ്. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് റവ, ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യിൽ കടുക് പൊട്ടിച്ചു, അതുപോലെ ചെറുപയർ പരിപ്പിട്ടു, പിന്നെ പൊട്ടുകടല, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, നട്ട്സ്, കിസ്മിസ്, അതെല്ലാം നമ്മൾ ചേർത്തതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളൊരു 2 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഒത്തിരി മധുരമാവേണ്ട ആവശ്യമില്ല, പക്ഷെ നേരിയൊരു മധുരം അറിയാത്ത വണ്ണമുള്ള ഒരു മധുരം മതി നമുക്ക് ഉപ്പുമാവിന്. ഇതാ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവിൻ്റെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് ജാറിലേക്ക് നമ്മൾ പകർത്തി വെച്ചിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം. എന്നിട്ട് 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് എടുക്കണമെങ്കിൽ അതിലേക്ക് ഒരു കപ്പ് മുതൽ ഒരു 1.25 കപ്പ് വരെ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് സമയം മൂടി വയ്ക്കുക. വീണ്ടും ഇളക്കിയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതാ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ഉപ്പുമാവാണിത്.
നമ്മൾ ഇപ്പം 1/2 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് മുതൽ 1.25 കപ്പ് വരെ ഏകദേശം ഒരു കപ്പൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയാവും. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പം നമുക്ക് ഉപ്പുമാവ് റെഡിയായിട്ട് കിട്ടും. ഇത്തരത്തിൽ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഞാൻ പറഞ്ഞു സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ 1/2 കപ്പാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പുമാവ് റെഡിയായി കിട്ടും. ഇത് രാവിലത്തെ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.